ആങ്ങളോട് ആങ്ങളുടെ ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അവളെ മാക്സിമം ഉപദ്രവിക്കുന്ന കുറച്ച് പെങ്ങന്മാരുണ്ട്. അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവൾക്ക് നല്ല സുഖമായിരിക്കും, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നല്ല കഷ്ടപ്പാടായിരിക്കും. അതൊക്കെ ഇവിടെ വന്നിട്ട് ഇവര് രണ്ടുപേര് സമാധാനത്തോടെ ജീവിക്കുന്നത് ഇവൾക്ക് കണ്ടുകൂടാ. ഇങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അവർക്കൊന്നും ഈ ദുനിയാവില് സമാധാനം പിന്നീട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ആങ്ങളുടെ ആ ഭാര്യ എങ്ങനെയെങ്കിലും അവനെ ഒഴിവാക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്ത അവരുടെ നല്ല കാലം നഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രം കച്ച കെട്ടിയിറങ്ങിയ കുറച്ച് പെങ്ങന്മാരുണ്ട്. അതിന് സപ്പോർട്ടായിരിക്കും അറിയാം ഇവന്റെ ഉമ്മയും സപ്പോർട്ട് നിൽക്കും. അവൾ വന്നതിന് ശേഷം മകനെ കൂടുതൽ ഒന്നിനും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉമ്മാക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അവിടെ ഒരു കാര്യം ആലോചിക്കണം. വിവാഹത്തിന് മുമ്പ് അവന്റെ ജീവിതത്തിലെ പകുതി മുക്കാലും സമയം നിങ്ങളുടെ വീട്ടിന് വേണ്ടി ചെലവാക്കിയാൽ മതി. അവന്റെ തലയിലേക്ക് നിങ്ങൾ ഒരു ഉത്തരവാദിത്തം എടുത്ത് വെച്ചു കൊടുക്കണം. അപ്പൊ അവനക്ക് പകുതി മുക്കാലും കാര്യങ്ങൾ അവളോട് ഷെയർ ചെയ്യേണ്ടി വരും, അവൾക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും. അപ്പോ നിങ്ങൾക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് കുറയും. അങ്ങനെയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. ചിലപ്പോൾ വിവാഹത്തിന് മുമ്പ് ആങ്ങളെ ഡെയിലി ചിലപ്പോൾ പെങ്ങളെ വീട്ടിൽ പോകുന്ന ആയിരിക്കും, ആഴ്ചയിൽ പോകുന്നത്. പിന്നീട് അവനക്കുള്ള ഈ ഒഴിവ് സമയം, ആഴ്ചയിൽ കിട്ടുന്ന ഈ സമയം അവനക്ക് അവന്റെ ഭാര്യയോടൊപ്പം പുറത്തു പോകണം. അതിന് നിങ്ങൾ അവനോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളായിട്ട് അവന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തൊരു ബന്ധമാണത്. അത് നിങ്ങൾ ആദ്യം ഓർക്കണം.